എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വാലീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്കാണ് കേട്ടോ. നമ്മളത് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് വെൽക്കം ടു തമിഴ്നാട് എന്നുള്ള ബോർഡൊക്കെ കടന്ന് നമ്മുടെ യാത്ര വാൽപ്പാറയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഈ ചെക്ക് പോസ്റ്റിൽ പ്രത്യേകിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പണ്ട് കോവിഡ് ഉള്ള സമയത്തൊക്കെ നമ്മളവിടെ വണ്ടി തടഞ്ഞു നിർത്തി നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ട് അവിടെ എൻ്റർ ചെയ്തതിന് ശേഷമായിരുന്നു വിടുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വേറെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ യാത്ര ഇന്ന് വാൽപ്പാറ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ റോഡൊക്കെ അതിമനോഹരമായ റോഡുകളാണ്. നല്ല റബ്ബറൈസ് ചെയ്ത് നല്ല കിടിലൻ റോഡുകളാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോളിയാർ ഡാമിൻ്റെ തൊട്ട് താഴേക്കടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും ഒരു റോഡ് ട്രിപ്പ് മാത്രമാണ്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതിൽ പൂർണ്ണമായും ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പോകുന്ന ഈ വഴി വാൽപ്പാറ വരെയുള്ള മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വരെയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വഴിയാണ്. ബൈക്ക് യാത്രികർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് വാൽപ്പാറ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബൈക്ക് യാത്രികർ ചൂസ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് വാൽപ്പാറ എന്ന് പറയുന്നത്. നമ്മളിതേപോലെ ഷോളിയാർ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് വശത്തോടെ നമ്മളിങ്ങനെ കറങ്ങി നമ്മളിപ്പോൾ ഷോളിയാർ ഡാമിൻ്റെ ഏറ്റവും മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാണ്, എങ്ങും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അതുപോലെ ചൂടാട്ടോ ഇപ്പോൾ തമിഴ്നാട്ടിൽ. അപ്പം ഡാമൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്, കുറച്ച് വെള്ളമുള്ളൂ. അത് കാരണമാണ് ഡാമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് എടുക്കാത്തത്. അപ്പം നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി തന്നെ മുകളിലൊക്കെ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റേതായ ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ധാരാളം വീടുകൾ റോഡിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ തമിഴ്നാട്ടിലെ വീടുകൾക്ക് പെയിൻ്റ് അടിക്കുന്നത് പല നല്ല കടും കളറുകളിലാണ്. അത് തന്നെ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പകർത്തിയൊരു അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. കണ്ടില്ലേ, ഇങ്ങനെ നല്ല പച്ചപ്പ് വിരിച്ച് തേയിലത്തോട്ടം അങ്ങ് ദൂരെ കാണാം, നല്ല മലനിരകൾ കാണാം. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ വാൽപ്പാറയ്ക്ക്. അങ്ങനെ നമ്മളിതേ വാൽപ്പാറ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വാൽപ്പാറ അടുക്കും തോറും അതിമനോഹരമായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളും കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് തേയിലത്തോട്ടങ്ങൾ വെട്ടി നിർത്തിയേക്കണേന്ന് നോക്കിക്കേ. ശരിക്കും മൂന്നാറിനേക്കാൾ ഒരു ഭംഗി വാൽപ്പാറയ്ക്കുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിവിടെ എവിടെയും വണ്ടി നിർത്തുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുഞ്ഞൊക്കെ കൂടെ ഉള്ള കാരണം ഭയങ്കര അതിശക്തമായ പുറത്ത് ചൂടും വെയിലുമാണ് കേട്ടോ. അത് കാരണം നമ്മൾ ഈ യാത്ര ശരിക്കും വാൽപ്പാറ ടൗൺ വരെയുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ വാൽപ്പാറയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, പ്രകൃതി ഭംഗിയൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ കണ്ടില്ലേ, പോകുന്ന വശങ്ങളുടെ നമ്മുടെ ബൈജം നായർ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ പോലെ വശക്കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. രണ്ട് വശത്തുള്ള ആ കാഴ്ചകളാണ് നമ്മൾ കണ്ട് ആസ്വദിച്ച് പോകുന്നത്. റോഡുകളൊക്കെ അതിമനോഹരമാട്ടോ, എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ മരങ്ങൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരമാണ്. നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വരെ ഏകദേശം 28-30 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂറത്തോളം എടുക്കും. കാരണം വളവും തിരിവുകളൊക്കെ ഉള്ള റോഡാണ്. അപ്പം നമുക്കൊരു പരിധി കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. അത് വേണമെങ്കിൽ പോകാം, പക്ഷേ അത് അപകടം നിറഞ്ഞതാണ്. കാരണം റോഡ് നല്ലതായ കാരണം എല്ലാ വണ്ടികളും പിടിവിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം അതും നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം റോഡിന് വീതി കുറവാണ്. നല്ല വഴിയാണെങ്കിലും റോഡിന് വീതി കുറവാണ്. പക്ഷേ എന്താ പറയുക, റോഡ് നല്ല മനോഹരമായ റോഡാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് തമിഴ്നാട് സർക്കാർ ഇതിനെ എന്നാ പറയുക പരിപാലിച്ച് പോകുന്നത് തന്നെ ശരിക്കും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ മൂന്നാറിൽ ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണേലും
നമുക്ക് റോഡിന് ഇരുവശവും അതിമനോഹരമാണെങ്കിലും റോഡ് പല സ്ഥലങ്ങളിലും മോശമായിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം ഭയങ്കര വിപരീതമായിട്ടാണ് കേട്ടോ തമിഴ്നാടിൻ്റെ ഓരോ റോഡുകളും. നമ്മുടെ യാത്ര അങ്ങനെ വാൽപ്പാറ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും അതേപോലെ ചെറിയ ചെറിയ ലയങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊഴിലാളികളൊക്കെ താമസിക്കുന്ന പോകുന്ന വഴികളിലൊക്കെ തേയിലത്തോട്ടങ്ങൾക്ക് സൈഡിലായിട്ട് ഒത്തിരി ലയങ്ങളുണ്ട് കേട്ടോ. ഉച്ച സമയമാണെന്ന് തോന്നുന്നു, അധികം വാഹന തിരക്കൊന്നുമില്ല, ഭയങ്കര ശാന്തമായിട്ട് കിടക്കുകയാണ്. വാൽപ്പാറയെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഈ തേയിലത്തോട്ടത്തിനെ ആശ്രയിച്ചാണ്. ഇവിടെ തേയില നുള്ളുന്ന തൊഴിലാളികളും അതേപോലെ ഇവിടുത്തെ ചെറിയ ചെറിയ വിനോദസഞ്ചാരികളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറിയ കച്ചവടക്കാരും അങ്ങനെയൊക്കെയാണ് വാൽപ്പാറയിൽ കൂടുതലായിട്ട് താമസിക്കുന്നത്. കൂടുതലും ഇവിടെയുള്ള തൊഴിലാളികളെല്ലാം തേയില നുള്ളുന്ന തൊഴിലാളികളാണ് കേട്ടോ. ധാരാളം തേയിലത്തോട്ടങ്ങൾ ഈ വാൽപ്പാറയെ ചുറ്റിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാൽപ്പാറയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കടുവ ഇറങ്ങി, പുലി ഇറങ്ങി, അതേപോലെ ആന ഇറങ്ങി, കാട്ടുപോത്ത് ഇറങ്ങി എന്നൊക്കെ പറയാൻ ധാരാളം ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും. വന്യമൃഗങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യമുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത്. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിലൊക്കെ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പുലിയുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ധാരാളം ന്യൂസൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ രാവിലെ ഈ ഉച്ച സമയത്തൊന്നും അധികം മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാനേ പറ്റത്തില്ല. പക്ഷേ രാവിലെയും വൈകിട്ട് സമയത്തൊക്കെ നമുക്ക് ധാരാളം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം റോഡിൻ്റെ പല സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കാരണം ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എത്രത്തോളം സേഫാണെന്ന് അറിയത്തില്ല നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ എന്താ പറയുക സമയം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം പുലിയൊക്കെ ഉള്ള ഏരിയ ആണ്, അത് കാരണമാണ് ഞാനങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതേ വാൽപ്പാറ ഏകദേശം എത്താറായി. വാൽപ്പാറ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാൽപ്പാറ ടൗൺ എത്തിയെന്ന് തന്നെ പറയാം. ഈ കാണുന്നതാണ് വാൽപ്പാറ ടൗണ്. അപ്പം അവിടുന്ന് നമ്മുടെ ആതിരപ്പള്ളിയിൽ നിന്ന് പോകുന്നതിന് ശേഷം വേറെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഈ വാൽപ്പാറ ടൗൺ എത്തുന്നവരെ നല്ലൊരു ഹോട്ടലോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു റൂം സ്റ്റേയോ അല്ലെങ്കിൽ ലോഡ്ജോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ വാൽപ്പാറ വരണം കേട്ടോ. ഇതിനുള്ളതെല്ലാം നമുക്ക് സൗകര്യം കിട്ടണമെങ്കിൽ വാൽപ്പാറ വരണം. വാൽപ്പാറ അത്യാവശ്യം ഒരു വലിയ ഒരു ടൗൺ ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം അങ്ങനെ ഒത്തിരി വലിപ്പമുള്ള ടൗൺ അല്ല, എന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടത് ബേക്കറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ബേക്കറിയും കാര്യങ്ങളും, പിന്നെ
വിൽക്കുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റും ഇവിടെ ഉണ്ട് കേട്ടോ. ധാരാളം പച്ചക്കറി മാർക്കറ്റുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ധാരാളം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ടൈപ്പ് സാധനങ്ങൾ വിൽക്കുന്ന ഒത്തിരിയേറെ കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഒരു ടാക്സിക്കാരാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ അവർ പല സ്ഥലങ്ങളിലേക്ക് ജീപ്പുകാരും അതേപോലെ ടാക്സിക്കാരും പല സ്ഥലങ്ങളിലേക്കും ടൂർ പാക്കേജുകളായിട്ട് പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം കത്തി റേറ്റാണ് കേട്ടോ ഇവിടെ. അത് കാരണം നമ്മുടെ തന്നെ വാഹനത്തിൽ എപ്പോഴും വരുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ നമ്മൾ വാൽപ്പാറ ടൗണിൽ കേട്ടോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻപിലും പുറകിലൊക്കെ ആയിട്ടും ഓപ്പോസിറ്റൊക്കെ ആയിട്ടും ധാരാളം തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബസ്സുകൾ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഏത് സമയത്താണേലും എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ എന്താ പറയുക എപ്പോഴും ഉണ്ട്. എപ്പോഴും ഒരു അരമണിക്കൂറൊക്കെ ഇടവിട്ട് കാലിയായിട്ടാണേലും ധാരാളം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ വാൽപ്പാറ ടൗണിലൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ നട്ടുച്ച സമയത്തും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയും അതേപോലെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ധാരാളം ആളുകൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 1 മണി സമയമാണ്. ആ സമയത്ത് പോലും നല്ല ആളുകൾ ശരിക്കും ഈ മാർക്കറ്റിലും പച്ചക്കറി വാങ്ങാനും ഫ്രൂട്ട്സ് വാങ്ങാനും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ധാരാളം ആളുകൾ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു എന്താ പറയണേ ഇത്രയും ഈ വാൽപ്പാറ ചുറ്റിപ്പറ്റിയുള്ള താമസിക്കുന്ന ആളുകളുടെ എല്ലാം ഏക ആശ്രയമാണ് കേട്ടോ ഈ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ കിട്ടും കേട്ടോ. മെഡിക്കൽ ഷോപ്പാണേലും പെട്രോൾ പമ്പാണേലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അപ്പം ആശുപത്രി കാര്യങ്ങളെല്ലാം വാൽപ്പാറ ടൗണിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും വാൽപ്പാറ ടൗൺ എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ വാൽപ്പാറ ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങളൊക്കെയാണ്. വാൽപ്പാറയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ആളിയാർ ഡാമൊക്കെ വഴി മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെയാണ്, പൊള്ളാച്ചിക്ക് പോകുന്ന കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.